അല്ല, ഡോക്ടർ എം ജെ സുരേഷ് കുമാർ ഇവിടെ പറയുന്നത് സത്യം പറഞ്ഞ വസ്തുതകൾക്ക് വിരുദ്ധമാണ്. അദ്ദേഹം ഈ PPA പവർ പർച്ചേസ് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തതിന് അദ്ദേഹം പറയുന്നത് റൗണ്ട് ദ ക്ലോക്ക് വരുമ്പോൾ ആവറേജ് കോസ്റ്റ് വെച്ചുകൊണ്ട് അന്നത്തത് നഷ്ടമാകുന്നത് കൊണ്ട് ക്യാൻസൽ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ സുരേഷ് കുമാർ, നേരിട്ട് അങ്ങ് മറുപടി പറയുമോ? ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു 10-15 സെക്കൻഡ് തരാൻ തയ്യാറാണ്. അങ്ങനെ ആ ആവറേജ് എമൗണ്ട് അല്ലെ വരുന്ന കോസ്റ്റ് കൊണ്ട് നമുക്ക് നഷ്ടമാണ് ഉണ്ടായത്, അതുകൊണ്ടാണ് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തെങ്കിൽ ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്ത് റിവ്യൂ ചെയ്തിട്ട് വീണ്ടും ആ പർച്ചേസ് നടപ്പാക്കാൻ വേണ്ടി സർക്കാർ പിന്നീട് തീരുമാനിച്ചത് എന്തിനാ? അതല്ലേ പിന്നെ ലിറ്റിഗേഷനിലേക്ക് പോയി ഇപ്പൊ കോടതി കിടക്കുന്നത്. അപ്പൊ എന്തിനാ അങ്ങ് പറയുന്ന KSEBക്ക് ലാഭം ഉണ്ടാകുമെന്ന് പറയുന്ന ആവറേജ് കോസ്റ്റിന്റെ പേരിൽ ആ കരാർ റദ്ദാക്കിയതിനെ ന്യായീകരിക്കുകയും പിന്നീട് ഈ ഗവൺമെന്റ് ആ റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കാൻ പോയത് എന്തിനായിരുന്നു? അങ്ങൊന്ന് പറയാമോ? ഞാൻ ഒരു 15-20 സെക്കൻഡ് ഞാൻ അങ്ങേക്ക് തരാം. ശ്രീ സുരേഷ് കുമാർ, നേരിട്ടുള്ള ചോദ്യമാണ്. അതായത് ഇത് ഒരു ദീർഘകാല കരാറാണ്, 40 വർഷത്തേക്കുള്ള കരാറാണ്. ഇപ്പൊ പെട്ടെന്ന് ഈ വർഷത്തെ കരാർ മാത്രമല്ല. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കൺസംഷനിലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന വൈദ്യുതിയുടെ വിലയും വെച്ച് തൽക്കാലത്തേക്ക് നമുക്ക് നഷ്ടമല്ല കരാർ റദ്ദാക്കിയത്. പക്ഷെ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നഷ്ടമുണ്ടാകും എന്നാണ് KSEBയും ഗവൺമെന്റും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അത് റിവ്യൂ ചെയ്ത് പുനഃസ്ഥാപിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. താൽക്കാലികമായി ഒരു വർഷത്തെ കണക്ക് അദ്ദേഹത്തിന് മറുപടി ഇല്ല എന്നുള്ളത് വ്യക്തമായി. അന്ന് കരാർ റദ്ദാക്കിയത് ഒരു കുഴപ്പമില്ലാന്ന് നേരത്തെ താങ്കൾ സ്ഥാപിച്ചു. ഇപ്പൊ താങ്കൾ പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ കുഴപ്പമുണ്ടെന്ന്. അതായത് ഈ ദീർഘകാല കരാറിന്റെ അല്ല, ഒരു മിനിറ്റ്. അതായത് എനിക്ക് പറയാൻ സമയം തരൂ. അതായത് ഈ ദീർഘകാല കരാറില് 2014 ടെൻഡർ ചെയ്യുന്നത്. 2014 ടെൻഡർ ചെയ്യുന്നതിന്റെ നടപടിക്രമങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. 2015 ഈ കരാറിലേക്ക് പോകുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻ TM മനോഹരനാണ്. അദ്ദേഹം അന്ന് തന്നെ പരസ്യമായി ഈ കരാർ അഴിമതിയാണ് എന്ന് പ്രഖ്യാപിക്കുകയും കരാറിന് അനുമതി കൊടുക്കാതിരിക്കുകയും ചെയ്തു. 2015 അന്നത്തെ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള റെഗുലേറ്ററി കമ്മീഷൻ അല്ല, അനുമതി കൊടുക്കാതിരിക്കുകയും ചെയ്തു. ആ കരാറ് പിന്നീട് വൈദ്യുതി കിട്ടിത്തുടങ്ങുന്നത് 2016 ഒക്ടോബറിലാണ്. സ്വാഭാവികമായും റെഗുലേറ്ററി കമ്മീഷൻ അത് നീണ്ടുപോയി. 2014 അന്നേ റെഗുലേറ്ററി കമ്മീഷൻ അഴിമതി സംശയിച്ച ഒരു കരാർ 7 കൊല്ലം നടപ്പാക്കിയ സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാർ എന്നാണ്. അപ്പൊ അഴിമതി നിങ്ങൾ അന്ന് സമ്മതിച്ചു കൊടുക്കായിരുന്നു 7 കൊല്ലം. അതായത് ഇതിനകത്ത് അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ആ കരാറ് കേരളത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതാണ് അന്ന് സർക്കാർ പരിശോധിച്ചത്. ആ കരാർ ആവശ്യമുണ്ട്. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷനോട് ഈ പറയുന്ന കരാറിൽ അവർ ഫൈനൽ തീരുമാനം എടുക്കുന്നത് വരെ വൈദ്യുതി വാങ്ങുക എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. 2023 ഉടൻ തന്നെ ഈ കരാർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുമ്പോ തന്നെ അത് പൊളിറ്റിക്കൽ അപ്പോയിന്റിംഗ് ആണ്, അതിനകത്ത് രാഷ്ട്രീയ നിയമനമാണ് റെഗുലേറ്ററി കമ്മീഷനിൽ നടക്കുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. ശ്രീ രാജു പി നായർ, താങ്കൾ തുടരുക. അല്ലല്ല, രാഷ്ട്രീയ നിയമനം അതായത് ഒരു നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്മീഷനാണ്. അല്ലാതെ അവർക്ക് രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. രേഖകളിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കമ്മീഷൻ രാഷ്ട്രീയമായ നിയമനം നടത്തിയിട്ടുള്ള പല കാര്യങ്ങളിലും നിയമവും രേഖയും അടിസ്ഥാനമാക്കി ഭരണഘടനാപരമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നിയമനം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. സമയങ്ങളല്ലേ? ഓക്കെ, ശ്രീ രാജു പി നായർ, രാഷ്ട്രീയ സമയങ്ങളല്ലേ? വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിൽ ഇരിക്കുന്നത് MM മണിയുടെ PA ആണ്. MM മണിയുടെ PA വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിൽ ഇരിക്കുന്നത്. നിങ്ങൾ നിർത്തൂ. ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. നിങ്ങൾ നിർത്തൂ. ഇനി ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. നിർത്തൂ. വിവിധ മേഖലകളിൽ അദ്ദേഹത്തോട് നിർത്താൻ പറയും. ശരി സുരേഷ് കുമാർ, ഞാനൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്കളുടെ മറുവാദവും കേട്ടു. ഇനി രാജു പി നായർ പറഞ്ഞോട്ടെ. റാഷിദെ, അദ്ദേഹം ഇപ്പൊ പറഞ്ഞതോടുകൂടി ഈ PPA റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ എല്ലാ ന്യായീകരണവും പൊളിഞ്ഞു.
അദ്ദേഹം ആവറേജ് നിങ്ങൾ മര്യാദയുടെ കാണിക്കല്ലേ സംസാരിക്കുന്നത് ശരിയാണോ? അല്ല, അത് ശരിയല്ല. അദ്ദേഹം നേരത്തെ മെഡേക്കറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇപ്പൊ PPA സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞത് എല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു. ഇപ്പത്തെ പറയുന്നത് പ്രൊസീജിയറൽ ലാപ്സ് ഉണ്ടായിരുന്നു. പ്രൊസീജിയറൽ ലാപ്സ് ആയിരുന്നു ഇവർ കരാർ റദ്ദാക്കാൻ വേണ്ടി പറഞ്ഞ ന്യായം. അല്ലാതെ ആവറേജ് കോസ്റ്റ് ഇപ്പൊ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വരുന്നതുകൊണ്ട് ഞങ്ങൾ റദ്ദ് ചെയ്യുന്നല്ല പറഞ്ഞത്. പ്രൊസീജിയറൽ ലാപ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. അവർ റദ്ദ് ചെയ്തിട്ട് അതേ കമ്പനിയിൽ നിന്നും 3 ഇരട്ടി വിലയ്ക്ക് വൈദ്യുതി മേടിക്കാൻ തുടങ്ങി. അത് പ്രശ്നമാവുന്ന കണ്ടപ്പോഴത്തേക്ക് അവർ വീണ്ടും ആ ക്യാൻസലേഷൻ റിവ്യൂ ചെയ്യാൻ പോയി. എന്നിട്ട് ഈ കമ്പനികളോട് വീണ്ടും സപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. അവർ സപ്ലൈ ചെയ്യോ? ഇന്ന് 10 രൂപയ്ക്ക് മേലെ യൂണിറ്റ് അവർക്ക് കിട്ടാവുന്ന സമയത്ത് അവർ 4 ചില്ലാൻ രൂപയ്ക്ക് സപ്ലൈ, അവർ കോടതിയിൽ പോയി. ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇതേ സർക്കാരല്ലേ? ഈ സർക്കാരിലെ പ്രതിസന്ധി ഉണ്ടാക്കിയത് സുരേഷ് കുമാർ. ഇത് ചെയ്യരുത്. അല്ലെ സുരേഷ് കുമാർ, സുരേഷ് കുമാർ പറ്റില്ല. അങ്ങനെ വാദം മാത്രം കേട്ടാ പോരാ ജനങ്ങൾ. ഞങ്ങൾക്ക് പറയാനുള്ള ജനങ്ങൾ കേൾക്കണം. അങ്ങനെ കയറി ഇടപെടല്ലേ? അങ്ങനെ ഇടപെടല്ലേ? അത് ചെയ്യാൻ ശരിയല്ല. നിങ്ങൾ മിണ്ടാതിരിക്കൂ. ഞാൻ രാഷ്ട്രീയമാണെന്ന് പറയുന്നത്. ഞാൻ രാഷ്ട്രീയ ബോധം കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം പറയാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഞാനല്ലാതെ എഞ്ചിനീയർ അല്ലല്ലോ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലല്ലോ. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വിളിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം, ജനങ്ങളുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറയുന്നു 3000 ചില്ലാനും കൺസംഷൻ ഉണ്ടായിരുന്നു, 6000 ചില്ലാനും ഉണ്ടായി. ഇത് കണ്ടുപിടിക്കാൻ ഈ KSEB കഴിയില്ലേ? വലിയ പ്ലാനിങ് നടത്തി എന്ന് പറയുന്നു. ഈ പ്ലാനിങ് നടത്താനുള്ള മുഴുവൻ ഡാറ്റ ഇവിടെ ശ്രീ തുഫൈൽ പറഞ്ഞു. ഡാറ്റ വേണം. ആരുടെ കയ്യിൽ വേണം ഡാറ്റ? ജനങ്ങളുടെ കയ്യിലാണോ? KSEB എത്ര പുതിയ കണക്ഷൻ കൊടുക്കുന്നു എന്നുള്ള KSEBക്ക് അറിയില്ലേ? KSEB ഒരേ സ്ലാബിൽ കൺസംഷൻ അനുസരിച്ചാണല്ലോ സ്ലാബ് ഉള്ളത്. ആ സ്ലാബ് മാറ്റം വരുമ്പോ KSEBക്ക് അതിന് ഇൻഫർമേഷൻ കിട്ടില്ലേ? എൽ നീനോ എന്ന് പറയുന്ന പ്രതിസന്ധി, ഇവിടെ വലിയ രീതിയിലുള്ള മൺസൂൺ കുറവും അതുപോലെ തന്നെ വരൾച്ച ഉണ്ടാക്കാൻ പോകുന്നു ഈ KSEBക്ക് അറിയാൻ പാടില്ലേ? ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് 150 മെഗാവാട്ട് ഉണ്ടാക്കേണ്ട അഡീഷണൽ ആയിട്ട് അല്ലല്ലേ? എനിക്ക് അദ്ദേഹം വീണ്ടും എന്റെ 2 മിനിറ്റ് കൊണ്ടുപോയി. അതെനിക്കും തരണം. ഈ അഡീഷണൽ വൈദ്യുതി ഉണ്ടാക്കേണ്ട കരാറിന്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് ഇപ്പോഴും എത്താൻ പറ്റില്ല. ഇനി നോക്കൂ, ഓൾട്ടർനേറ്റീവ് എനർജിയാണ് ഇവരുണ്ടാക്കിയ മെഗാവാട്ട് പദ്ധതിയുടെ ഓൾട്ടർനേറ്റീവ് എനർജി സോളാറാണ്. ആ സോളാർ ആരുണ്ടാക്കിയതാ? ഈ സർക്കാരിന്റെ അല്ല, ജനങ്ങൾ സ്വയം വെച്ചാണ്. ഇപ്പൊ എന്താ അറിയോ? അവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കാം. സുരേഷ് കുമാർ പറയണം, അടുത്ത വരുമ്പോ പറയണം, ഈ സോളാറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അവർ സോളാർ പ്ലാന്റ് വെച്ചതിന് ശേഷം അവർക്ക് ഇന്ന് പവർ ഗ്രിഡിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. KSEB, ഞാൻ തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള കാര്യം പറയാം, ഞാൻ ഇടപെടുന്ന സംഭവങ്ങളാണ്. കേരളത്തിലെ KSEB ഓഫീസുകളിൽ ജനറേറ്ററുകളുടെ കപ്പാസിറ്റി പോരാത്തത് കൊണ്ട് ജനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി അവർക്ക് പുറത്തേക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുക. എന്ന് വെച്ചാൽ പണം മുടക്കി അവിടെ വൈദ്യുതി സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതിന് ശേഷം ആ വൈദ്യുതി എടുത്ത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം. ഇത് ആരുടെ പ്രശ്നമാണ്? KSEBക്ക് ഇതുപോലും കാണാൻ കഴിയുന്നില്ലേ? അവിടുത്തെ ജനറേറ്ററുടെ കപ്പാസിറ്റി കൂട്ടണം. ഇത്രയും സോളാർ ആപ്ലിക്കേഷൻ അവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ജനറേറ്ററുടെ കപ്പാസിറ്റി കൂട്ടണം എന്ന് ചിന്തിക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. അപ്പോ ഒരു ഡാറ്റയും ഇല്ല, ഒരു തരത്തിലുള്ള ഭരണപരമായ നടപടി ഇല്ല. 2100 കോടി രൂപ ഒരു ദീർഘവീക്ഷണവുമില്ലാതെ മണ്ടത്തരം കാണിച്ച് PPA റദ്ദ് ചെയ്തുകൊണ്ട് 2100 കോടി രൂപയുടെ നഷ്ടം KSEBക്കുണ്ടായി. ഞങ്ങൾ പറയുന്നതല്ല, KSEBയുടെ റിപ്പോർട്ടാണ്. KSEBയുടെ റിപ്പോർട്ട് 45,000 കോടിക്ക് മേൽ ബാധ്യതയുള്ളൊരു സ്ഥാപനമായി KSEB ഇന്ന് മാറി. മനസ്സിലായില്ലേ? എന്നിട്ട് ഇത്രമാത്രം വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് അതിന് പരിഹരിക്കാൻ കഴിയുന്ന ദീർഘകാല പദ്ധതികൾ ഒന്നുമില്ലെന്ന് മാത്രമല്ല, വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഭരണപരമായ നിഷ്ക്രിയത്വം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ജനങ്ങൾ AC കൂടുതലും ചൂട് വർദ്ധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്നുണ്ടായതാണോ? എത്രയോ വർഷമായിട്ട് കേരളത്തിലെ താപനില ഉയർന്നുകൊണ്ടിരിക്കുക. താപനില ഉയരുമ്പോഴെല്ലാം നിങ്ങൾ എല്ലാ വർഷവും